നമസ്കാരം, എല്ലാവർക്കും ആമീസ് ഫുഡ് കോർട്ടിലേക്ക് സ്വാഗതം. എൻ്റെ പേര് സുമിത. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല സോഫ്റ്റായിട്ട് നല്ല പഞ്ഞിക്കെട്ട് പോലത്തെ ഒരു അപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ ഈസിയാണ് ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ക്രിസ്മസ് സ്പെഷ്യലായിട്ട് നമ്മുടെ ഈ ഒരു അപ്പം എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അപ്പത്തിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ പച്ചരി കുതിർത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് പച്ചരി ഒരു 2 കപ്പ് അളവിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഏകദേശം ഒരു 5 മണിക്കൂറെങ്കിലും നമുക്ക് കുതിർക്കാൻ വെക്കണം. അപ്പോൾ നമ്മൾ 1 കപ്പ് എന്ന് പറയുന്നത് 250 ml കപ്പാണ് കേട്ടോ. അപ്പോൾ ഈ പച്ചരി നല്ല പോലെ ഒരു 3-4 വട്ടം നല്ല പോലെ ഇതങ്ങ് വാഷ് ചെയ്തെടുക്കണം. അതിൻ്റെ അഴുക്കൊക്കെ ഒന്ന് കളഞ്ഞ് കിട്ടണം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ വാഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. നമ്മുടെ അരി കുതിരാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 5 മണിക്കൂർ വരയ്ക്കും നമുക്കിത് മൂടി വെച്ചിട്ട് കുതിർക്കാൻ മാറ്റി വയ്ക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ അരി കുതിർക്കാൻ വെച്ചിട്ട് 5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ അരിയൊക്കെ നല്ല പോലെ കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അരച്ചെടുക്കാം. ഞാനൊരു 3 ബാച്ചസ് ആയിട്ടാണ് കേട്ടോ ഇത് അരച്ചെടുക്കുന്നത്. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് അരി ചേർത്ത് കൊടുക്കാം. അപ്പോൾ 2-3 തവി നമുക്ക് അരി കുതിർത്തത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ കപ്പിയൊന്നും കാച്ചുന്നില്ല. അതിന് പകരമായിട്ട് നമ്മൾ വേവിച്ച ചോറും തേങ്ങ ചിരകിയതൊക്കെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഓരോ ബാച്ചായിട്ട് നമ്മളിത് അരച്ചെടുക്കുമ്പോഴും ഓരോ ഇൻഗ്രീഡിയൻറ്റും ചേർത്താണ് ഞാൻ അരച്ചെടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ 1 കപ്പ് അളവിൽ തേങ്ങ ചിരകിയത് ചേർത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ അരി കുതിർത്ത ആ ഒരു വെള്ളം കൂടി ചേർത്തിട്ടാണ് കേട്ടോ ഈ ഒരു മാവ് അരച്ചെടുക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് മാത്രം നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. എന്നിട്ട് ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നല്ല പേസ്റ്റ് രൂപത്തിൽ വേണം, നല്ല ഒട്ടും തരികളില്ലാതെ തന്നെ നമ്മളിത് അരച്ചെടുക്കണം. അപ്പോൾ അടുത്ത ബാച്ച് നമുക്ക് ഇതേപോലെ തന്നെ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് അരിയിട്ട് കൊടുത്തിട്ട് അരച്ചെടുക്കാം. ഈ ഒരു കൂട്ടത്തിൽ ഞാൻ ഒരു 3/4 കപ്പ് അളവിൽ വേവിച്ച് ചോറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരുപാട് വെള്ളം കൂടി പോകരുത്. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അവസാനം ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അതും നല്ല പോലെ അരച്ചിട്ട് നമുക്ക് ഒരു ബൗളിലേക്ക് തന്നെ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ അരി ഏത് കപ്പിലാണോ എടുക്കുന്നത് ആ ഒരു കപ്പിൽ തന്നെ ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻറ്റും ചേർക്കാൻ ശ്രദ്ധിക്കുക. എന്നാലാണ് പെർഫെക്റ്റ് ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം റെഡിയാക്കാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള അരിയും കൂടി ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ്, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഉപ്പ് ഞാൻ കുറച്ചാണ് കേട്ടോ ഇപ്പോൾ ചേർക്കുന്നത്. പിന്നെ അവസാനം ടേസ്റ്റ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. അതും കൂടി നല്ല പോലെ അരച്ചിട്ട് നമ്മുടെ ഒരു മാവിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ല പോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇത് നല്ല പോലെ പൊന്തി വരണം. ആ ഒരു സമയമാകുമ്പോഴത്തേനും നമുക്ക് അപ്പം റെഡിയാക്കാൻ തുടങ്ങാം. അപ്പോൾ ഓരോ പ്രദേശത്തെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് ഇത് പൊങ്ങി വരാനുള്ള സമയം വ്യത്യാസപ്പെട്ട് നിന്നിരിക്കും. ചൂടുള്ള പ്രദേശത്തൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് പൊന്തി വരും കേട്ടോ. അപ്പോൾ വളരെ ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ്. നമ്മൾ കപ്പി കാച്ച് വേറെ ഒന്നും വേണ്ട, പെട്ടെന്ന് തന്നെ വളരെ ഈസി ആയിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉള്ളൂ താനും പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാനും പറ്റും. അപ്പോൾ ഇത് നല്ല പോലെ ഇതങ്ങ് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് പൊന്തി വരാൻ വേണ്ടിയിട്ട് മൂടി വെച്ചിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നല്ല പോലെ പൊന്തി വരുമ്പോൾ നമുക്ക് അപ്പം റെഡിയാക്കാൻ തുടങ്ങാം. ഇപ്പോൾ ഇതാ നമുക്ക് മാവൊന്ന് നോക്കാം. ഒരു ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മാവൊക്കെ നല്ല പോലെ പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഓരോ പ്രദേശത്തെ ചൂടിനനുസരിച്ച് ഇത് പൊന്തി വരാനുള്ള സമയം വ്യത്യാസപ്പെട്ടുന്നിരിക്കും. ഇപ്പോൾ എനിക്കിതാ നല്ല പോലെ പതഞ്ഞു പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഒരുപാട് ലൂസാവാനും പാടില്ല, അതേപോലെ തന്നെ ഒരുപാട് തിക്കാവാനും പാടില്ല. അപ്പോൾ ഞാനത് നേരത്തെ പറയാൻ വിട്ടുപോയിട്ടോ, അതാണ് ഇപ്പോൾ പറഞ്ഞത്. ഇപ്പോൾ ഇതാ നിങ്ങൾക്ക് മാവ് കണ്ടാൽ തന്നെ അറിയാം, ഒരുപാട് എയർ ബബിൾസ് ഒക്കെ ആയിട്ട് നല്ല പോലെ ഇതങ്ങ് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് അപ്പം റെഡിയാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഈ സമയം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ കുറച്ച് ഉപ്പ് മാത്രമാണ് ചേർത്തത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഇൻഗ്രീഡിയൻസിൻ്റെ അളവൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഈ ഒരു അളവിൽ തന്നെ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് നല്ല പഞ്ഞി പോലത്തെ അപ്പം റെഡിയാക്കാൻ പറ്റും. ഉപ്പും കൂടി ചേർത്തിട്ട് നല്ല പോലെ മിക്സ് ആക്കാം. ഇനി നമുക്ക് അപ്പം റെഡിയാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി നല്ല പോലെ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴും ഒരു തവി അപ്പത്തിൻ്റെ മാവ് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇതങ്ങ് ചുറ്റിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ ചൂടാക്കിയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളിതങ്ങ് മൂടി വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി കേട്ടോ. ചിലവർക്ക് ഇങ്ങനെ സൈഡ് നല്ലപോലെ മുരിഞ്ഞെടുക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ അപ്പം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റായിട്ടാണ് കേട്ടോ നമ്മുടെ അപ്പം കിട്ടിയിരിക്കുന്നത്. നല്ല പഞ്ഞി പോലത്തെ അപ്പം.
അപ്പോൾ ഇതാ ഈ ഒരു ക്രിസ്മസിന് നിങ്ങൾ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റായിട്ട് നിങ്ങൾ ഈ ഒരു അപ്പം കൂടി റെഡിയാക്കി നോക്കാം കേട്ടോ. വളരെ ഈസിയാണ് റെഡിയാക്കാൻ വേണ്ടിയിട്ട്, ഒരു കൺഫ്യൂഷനും ഇല്ലാതെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അപ്പം ഈ ഒരു റെസിപ്പി വെച്ചിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കി എല്ലാ അപ്പവും നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളിത് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു അപ്പം കൂടി ഉണ്ടാക്കുന്നത് കാണിക്കുന്നുണ്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളിതൊന്ന് ചട്ടി നല്ല ചൂടായിരിക്കണം മാവ് ഒഴിക്കുമ്പോൾ, എന്നിട്ട് ഇതങ്ങ് ചുറ്റിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ മാവ് എന്താ ഒരു കൺസിസ്റ്റൻസി മുഖ്യമായിരിക്കണം. കാരണം അത് ഒരുപാട് ലൂസായി കഴിഞ്ഞാലും ഒരുപാട് കട്ടിയായി കഴിഞ്ഞാലും നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. അപ്പോൾ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ ആവശ്യത്തിന് മാത്രം ചേർത്തിട്ട് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതും കൂടി എടുത്ത് മാറ്റാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കി എല്ലാ അപ്പവും ഞാൻ റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് ഞാൻ ഇസ്റ്റു കറിയുടെ കൂടിയാണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ റെസിപ്പി മുന്നേ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ നല്ല എടുക്കുമ്പോൾ തന്നെ കാണാം, നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഇതാ നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, നല്ല സോഫ്റ്റായിട്ട്. ഇപ്പോൾ ഇതാ നമ്മളിങ്ങനെ ചുരുട്ടിയെടുത്താൽ പോലും ഒന്നും സംഭവിക്കുക, നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല അത്രയ്ക്കും പഞ്ഞിയായിട്ടുള്ള പഞ്ഞി പോലത്തെ ഒരു അപ്പമാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ട് വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. ഇത് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എന്നിട്ട് അഭിപ്രായമൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഈ ഒരു ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ഈ ഒരു അപ്പത്തിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളി വിഭവങ്ങളായിട്ട് വരുന്നത് വരയ്ക്കും ബൈ. താങ്ക്